ഒരു ലിഫ്റ്റിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ലിഫ്റ്റിനുള്ളിൽ അത് സാധ്യമാണോ? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യമല്ല. പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി അതിനുള്ളിൽ വെച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ശ്വാസം മുട്ടുകയും ഒക്കെ ചെയ്യും. അത് എപ്പോഴും മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും, തുറന്നുകൊണ്ടിരിക്കും, അടഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി സാധ്യമല്ല എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നതും പൊതുവെ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2013 ഗോവയിൽ വെച്ച് തെഹൽക്ക എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ബദൽ മാധ്യമമായി വളർന്നു വന്നിരുന്ന തെഹൽക്ക, ആ തെഹൽക്കയുടെ പത്രാധിപർ തരുൺ തേജ്പാൽ തൻ്റെ സഹപ്രവർത്തകയെ ലിഫ്റ്റിനുള്ളിൽ വെച്ച് ബലാത്സംഗപ്പെടുത്തി എന്നൊരു കേസിൽ വിചാരണ കോടതി ശിക്ഷ വിധിക്കുകയും എന്നാൽ അപ്പീൽ പോയപ്പോൾ സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുകയും കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം തരുൺ തേജ്പാലിനെ വീണ്ടും 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഗോവ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത, തരുൺ തേജ്പാൽ എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല, പെൺകുട്ടിയെ ഉപദ്രവിച്ചോ എന്ന് നമുക്കറിയില്ല. പെൺകുട്ടിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് കോടതിയിൽ പരാമർശങ്ങൾ ഉണ്ടാവുകയും വിഷയങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നേരത്തെ ഉണ്ടായ 2013 ഈ സംഭവം ഉണ്ടായപ്പോൾ ബലാത്സംഗം എന്നൊരു ആരോപണം കേട്ടിരുന്നില്ല. അന്ന് മാനഭംഗം എന്നാണ് കേട്ടിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നപ്പോൾ അത് ബലാത്സംഗമായി മാറിയിരിക്കുന്നു. എന്തു തന്നെ ആവട്ടെ, തരുൺ തേജ്പാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അയാളുടെ ഭാവി നഷ്ടപ്പെട്ടു, അയാളുടെ പ്രൊഫഷൻ നഷ്ടപ്പെട്ടു, അയാളുടെ പേര് നഷ്ടപ്പെട്ടു, എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. എന്താണ് ഈ തരുൺ തേജ്പാൽ ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് തെഹൽക്ക ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ഇതോടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഗുജറാത്ത് വംശഹത്യ സമയത്ത് അത് അയോധ്യയിൽ നിന്നും പുറപ്പെട്ട തീവണ്ടിയിൽ പുറപ്പെട്ട കർഷകർ അഹമ്മദാബാദിൽ കഴിഞ്ഞ് ഗോദ്രയിലെത്തിയപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ ട്രെയിനിന്റെ ബോഗിക്ക്, കർഷകർ സഞ്ചരിച്ച ബോഗിക്ക് തീവച്ചു. അങ്ങനെ ഭയങ്കര അത്യാഹിതമുണ്ടായി. അതിനെതിരായിട്ട് പ്രത്യാഘാതമായിട്ടാണ് ഗുജറാത്ത് വംശഹത്യ നടന്നത്. 2000 പേർ കൊല്ലപ്പെട്ട വംശഹത്യ ഉണ്ടായത് അതിൻ്റെ പേരിലാണ്. ഇതായിരുന്നു കഥ. എന്നാൽ തെഹൽക്ക ചെന്നു, അന്വേഷണം നടത്തി. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്ന വസ്തുത, അത് ട്രെയിനിനുള്ളിൽ വെച്ച് മണ്ണെണ്ണ സ്റ്റൗ കത്തിച്ചപ്പോൾ തീപിടിച്ചാണ് ബോഗിക്ക് തീപിടിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ പരിസരവാസികളോ കച്ചവടക്കാരോ തെരുവ് കച്ചവടക്കാരോ ആയ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ ഉത്തരവാദികളല്ല എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവന്നു. അത് മാത്രമല്ല, പല ആളുകളും ഈ കലാപത്തിന് ഉത്തരവാദികളായ പ്രതികളായിട്ടുള്ള പല ആളുകളെയും കാണുകയും അവരിൽ തന്നെ സംസാരിക്കുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്ത് 99 ആളുകളെ ഞാൻ വധിച്ചു, സന്തോഷപൂർവ്വം വധിച്ചു എന്നാണ് ഒരു കക്ഷി അങ്ങ് വെളിപ്പെടുത്തി കളഞ്ഞത്. അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്ന് മറ്റു ചിലർ വെളിപ്പെടുത്തി. ഇതൊക്കെ തന്നെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. എന്നാലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. മിക്ക പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെയുള്ള പല BJP സംഘപരിവാർ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്ന പലതരം അതിക്രമങ്ങളുടെയും പിന്നാമ്പുറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമമായിരുന്നു തെഹൽക്ക. അതിൻ്റെ പത്രാധിപരായിരുന്നു തരുൺ തേജ്പാൽ. അപ്പോൾ തരുൺ തേജ്പാൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെയും ഗോവ ഭരണകൂടത്തിൻ്റെയും ഒക്കെ കണ്ണിലെ കരടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ വകവരുത്തുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നതിലും സംശയമില്ല. ഇത് മാത്രമല്ല, കോൾ ഗേൾസിനെ പറഞ്ഞയച്ചുകൊണ്ട് ഇങ്ങനെ മാനഭംഗ കേസ് ഉണ്ടാക്കുക എന്ന ഒരു പരിപാടി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഗോവയിലുമൊക്കെ നടക്കുന്നതാണ്. ഡൽഹിയിൽ എപ്പോഴും നടക്കുന്നതാണ്. 1986 സെഡാർ അൻസാരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. 85 വയസ്സായി. ആ 85 വയസ്സായ അങ്ങേയറ്റം പ്രായമായിട്ടുള്ള അവശനായിട്ടുള്ള വ്യക്തിയെ, സെഡാർ അൻസാരിയെ ശരീഅത്ത് നിയമത്തിൽ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചു, അതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഇതുപോലെ തന്നെ കോൾ ഗേളിനെ പറഞ്ഞയച്ചു, തന്നെ മാനഭംഗപ്പെടുത്തി എന്നൊരു കേസുണ്ടാക്കി അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇന്ന് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത് ഡൽഹിയിൽ പതിവാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അസാധ്യമായ കാര്യമല്ല.
ഡൽഹിയെ പോലുള്ള നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ വിഷയത്തിൽ അങ്ങനെ സംഭവിച്ചോ ഇല്ലേ എന്ന് നമുക്ക് തീർത്ത് പറയാനാവില്ലെങ്കിലും അതിലേക്കുള്ള സൂചനകൾ പല രീതിയിലുണ്ട്. തരുൺ തേജ്പാലിനോട് താൻ അങ്ങനെ ഒരു സംഭവത്തിൽ പങ്കാളിയല്ല, താൻ മാനഭംഗപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തില്ല എന്ന് പൂർണ്ണമായി നിഷേധിക്കുന്നതിന് പകരം വക്കീൽ പറഞ്ഞു കൊടുത്തത് ഒന്ന് മാപ്പ് ചോദിച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ദുസ്വഭാവമുണ്ട്, അവളുടെ ജീവിത രീതി ശരിയല്ല എന്ന് വരുത്തി തീർത്താൽ രക്ഷപ്പെടുമെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. എന്നാൽ താൻ ചെയ്യാത്ത കുറ്റം ചെയ്തില്ല എന്ന് കോടതിയിൽ വാദിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തു തന്നെ ആവട്ടെ, തെഹൽക്ക ഇല്ലാതെ പോയി, തരുൺ തേജ്പാൽ രംഗത്തില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ BJPക്ക് വളർന്ന് വലുതായി രാജ്യം ഒന്നാകെ കീഴടക്കാനും പിടിച്ചടക്കാനും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും അങ്ങനെ അല്ലാതെ വിജയിച്ചു വന്ന ആളുകളെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനും കൂറുമാറ്റാനും ഒക്കെ എളുപ്പമായി എന്നത് മറ്റൊരു കഥ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.